ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂബി 123. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് വിച്ച് ക്രൈ ആണ്. ഇതിൻ്റെ ചാപ്റ്റർ 1 നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ബുക്ക് തുറക്കാം. ബുക്ക് തുറക്കുന്നില്ലല്ലോ. തുറക്ക്. ഇപ്പോഴത്തെ മറ്റേ സെറ്റിങ്സ് ആണ്, ഗ്രാഫിക്സ് അല്ലോ. പിന്നെ ഇപ്പോഴത്തെ ചാപ്റ്റർ 1 ഹൊറർ ഹൗസ്, ചാപ്റ്റർ 2 ദ റെഡ് ഹുഡ് എന്നാണ്. ചാപ്റ്റർ 1 ഹൊറർ ഹൗസ്. കഥ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോളാം. അപേക്ഷിക്കുന്നേ ഞാൻ നേരെ വായിക്കാണ്ട് പോവുകയാണ് ഗെയിം പ്ലേയിലേക്ക്. ഗൈസ്, നമുക്ക് ജയിലിനുള്ളിലെത്തിയിട്ടുണ്ട്. ജയിൽ നമ്മളെ ആരും പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കഥ നോക്കിയപ്പോൾ തിരിഞ്ഞതാണ് നമ്മളാരും പിടിച്ചോണ്ട് പോയി വീട്ടിൽ നിന്ന്. എന്നിട്ട് നമ്മളെ ഈ ജയിലിൽ കൊണ്ടിട്ട് ആരാണെന്നൊന്നും അറിയില്ല. ആ അവസ്ഥയിൽ ഇപ്പം നമ്മളുള്ളത്. അങ്ങനെ നമ്മൾ ചാവി എടുത്തിട്ടുണ്ട്. ഒരു പൂട്ട് തല്ലിപ്പൊളിച്ചില്ല, നമ്മൾ തുറന്നതാണ്. ഇത്തിരി 10-25 കൊല്ലം പോയക്കുള്ള സ്റ്റെപ്പ് ചെയ്യുന്നു, പൊട്ടിപ്പൊള്ള സ്റ്റെപ്പ് കണ്ട. കൊറ്റന്മാരാന്ന് തോന്നി വീട്ടിൽ തൊഴിലാളി. നേരെ ഒരു കല്ലെല്ലാം വെച്ച് കയറി 2ാം നില പണ്ണാൽ പോരെ. മരെല്ലാം വെച്ചിട്ട് ഗ്യാപ്പിലായിട്ട് എൻ്റെ കാലെൻ്റെ അമ്മ കുടുങ്ങിയില്ലെങ്കിലോ കാലിൻ്റെ ഇടക്ക്. എന്താ അവസ്ഥയാ കണ്ട. സോക്സ് നാറിപ്പൊട്ടുന്ന സോക്സാണ്. ആ നാറുന്ന സോക്സ് ഇപ്പം അമ്മ മൂക്കുള്ള വാതിലിന് കൊടുത്താൽ ഇപ്പം മൂക്ക് ഉള്ള വാതിൽ മണത്തിട്ട് ആ വാതിൽ ഇപ്പം പൊടിഞ്ഞു പോകാത്. ഒന്നിക്ക് അത് മണത്തിട്ട് സൈകെട്ടി അത് തുറക്കും, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്നത്. അത്രയ്ക്കും നാറുന്ന സോക്സാണ്. നമ്മൾ ഇപ്പം തൽക്കാലം അവിടെ ആ സാധനം റൂണ് എന്നൊരു സാധനം ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. ഈ തള്ളച്ചീൻ്റെ ഫോട്ടോ ഉണ്ട്. ആ തള്ളച്ചിയൊന്നും നമ്മൾ പിടിച്ചേ. ആ തള്ളച്ചീൻ്റെ പണി ഇതാണ്, സോക്സ് അലക്കാണ്ട് ഗോട്ടിയും കളിച്ചിക്കൽ പണി. തിളങ്ങുന്ന ഗോട്ടി കണ്ട, നല്ല തിളക്കുള്ള ഗോട്ടിയാണ്. തള്ളച്ചീൻ്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾ ആടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ പയ്യെ പോകുമ്പോൾ കാണിച്ചു തരാം. സുന്ദര ലൈലൻ്റെ ഫോട്ടോ ആണ്. ഗോട്ടി ഇടാൻ വിട്ടിട്ടുണ്ട് ഗൈസ്. ആ കുയിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മേലെ പോവുകയാണ്. നമുക്ക് ഇവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ തള്ളച്ചീരി കടിച്ചൊക്കെ കുറച്ച് കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന സമയം കൊണ്ട് എന്താക്കണം, ആ സോക്സ് അലക്കിയിടണം. ഒന്നാമത് നമുക്കിപ്പോൾ ഒരു ഫോർക്ക് ഇട്ടിട്ടുണ്ട്. തള്ളച്ചി തിന്നിട്ടല്ലോ ആടെല്ലാം ഫോർക്കെല്ലാം കുത്തിയേക്കുന്നു. എന്ത് മടിയച്ചിയാണ്, കിട്ടിയെടുത്ത് പോയി കൊണ്ടുവച്ചാൽ പോരെ. നമ്മൾ ക്ലോക്കിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ താഴെ പോയിട്ടുണ്ട്. എന്താ താഴെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ സുന്ദര ലീലൻ്റെ ഫോട്ടോ വെറും കണ്ടുണ്ടാക്കും മതി. അമ്മച്ചിക്ക് നടുവയ്യാന്ന് തോന്നുന്നു. നടുക്ക് മരുന്ന് പോലോ അമ്മച്ചി. തള്ളച്ചി പാമ്പുണ്ട്. നമ്മൾ എടുത്ത പീടിയല്ലേ, പീടിയുടെ പേര് സൂപ്പർ മാർക്കറ്റിലുണ്ടാവും പാമ്പ്. വാങ്ങി തേച്ചോ, പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം. അത്ര വേണം. പക്ഷെ അതിന് കുഴിയിട്ട് നടക്കുന്ന കാണാൻ പറ്റൂലേ. അതേപോലെ നമുക്ക് ഈ ക്രോബാർ ഇടുക. മറ്റേ മൂക്ക് കൊണ്ട് തുറന്ന വാതിലില്ലേ, മൂക്ക് കൊണ്ടൊന്നുമല്ല, അമ്മച്ചിൻ്റെ കൈ വന്നത്. അമ്മച്ചി 10 കൊല്ലം കഴുകാൻ വെച്ച സോക്സ് ഉണ്ടല്ലോ ഇപ്പം ആ ഡോറ് തുറന്നി. അപാര കൈവല്ലേ. നമ്മുടെ കള്ളാസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാക്ക മലർന്ന് വറക്കുന്ന കള്ളാസ്. ഈ സമയം അയക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ കാക്ക മലർന്ന് വറക്കും പോലും. നമുക്ക് നോക്കാം, വേഗം തന്നെ നമുക്ക് നോക്കാം ഗൈസ്. കണ്ടാകുമ്പോൾ ഇവിടെ 3 എത്രയെന്ന് കണ്ടേ, 3-2 ഒക്കെ ഓർമ്മയില്ല. തന്നെ വന്ന് തൂവലി കാക്കൻ്റെ തൂവലി. പക്ഷെ കാക്കനെ കണ്ടിട്ടില്ല. അപ്പൊ അമ്മച്ചി വന്നു. കാക്കനെ വിളിക്കുമ്പോൾ അമ്മച്ചിയെ വിരുത്ത്, കാക്കല്ല വിരുത്ത്. അമ്മച്ചിയാണ് സത്യം. നിങ്ങൾക്കറിയോ? ഏയ് അമ്മച്ചി പോയി സോക്സിലെ അൽക്ക്, അല്ലാണ്ട് ഇവിടെ വന്ന് നിന്ന് തിരിയലില്ല. ഇങ്ങോട്ട് വേമ്പ കോയി വേമ്പ. അമ്മച്ചി നല്ല അനുസരണമുള്ള അമ്മച്ചിയാണ് കേട്ടാ, നല്ല അനുസരണമുള്ള അമ്മച്ചി. ഡാനിയല് എയിലോട്ടല്ല വരാം. നല്ല അനുസരണമുള്ളത്തെ അമ്മച്ചിയാണ്. നമ്മളിപ്പോൾ കിക്ലിയാക്കുന്ന തിരക്കിലുള്ള കിക്ലിയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി. ചങ്ങായി കാലൊന്നും തേക്കലില്ലാന്ന് തോന്നുന്നു. കാലിന് നല്ല കറുത്ത കുത്തലുണ്ട് ഗൈസ്. തള്ളച്ചീൻ്റെ കൈ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെ തള്ളച്ചിക്കൊരു കൈയില്ല ഗൈസ്. ഇങ്ങ് ശ്രദ്ധിച്ചില്ല, ഒരു സഞ്ചി കൈ ഇട്ടിട്ടുള്ളൂ. ആ കൈ മുറിച്ചിട്ടേ ഉള്ളു. ഇതിൽ കണ്ടിന്യൂ വിരിച്ച് ഹാൻഡ്
എന്താ അറിയില്ല. തള്ളച്ചീൻ്റെ കയ്യാ പോലെ. അപ്പം തള്ളച്ചിക്ക് ഒരു കൈയില്ല. സഞ്ചി മുറിച്ചിട്ടിട്ടുള്ള സഞ്ചിയിൽ ചുരുട്ടിയിട്ടുള്ളേ അരച്ച് കിട്ടി. അമ്മ ഈ കൈനെ കൊണ്ട് ഇവിടെ മുട്ടിയപ്പോൾ നമുക്കൊരു സാധനം കിട്ടി, CD കിട്ടി. അമ്മച്ചിക്ക് ഫേവറേറ്റ് പാട്ടാന്ന് തോന്നുന്നു. നമുക്ക് വെച്ചെടുക്ക. ഞാൻ തള്ളച്ചീൻ്റെ റൂമിൽ കണ്ടിന് സോക്സ് എടുക്കാൻ പോയപ്പോൾ ഒരു പാട്ടൊക്കെ CD ഇടുന്ന സാധനം. അല്ലാ, തള്ളച്ചി കക്കൂസിക്ക് ഇതിൻ്റെ വരെയെന്ന് തോന്നി. തള്ളച്ചി കക്കൂസി പോയി തൂറിയിട്ടെല്ലാം ബെഞ്ച് നമ്മളെ തെക്കാൻ പെന്നാ ഗൈസ്. നമുക്ക് ഓടിയാലോ? ഇനി ആടത്തേക്ക് പോകാൻ സേഫ് ഇല്ല, നാളെ പൊട്ടും. നമുക്ക് മെല്ലെ ഓടിക്കളിക്കാം ഗൈസ്. തള്ളച്ചി ഇങ്ങനെ ഒരു വരുത്ത് വരും ഞാൻ പ്രതീക്ഷയില്ല. തള്ളച്ചി പോയാ? തള്ളച്ചി പോയിന്ന് തോന്ന് ഗൈസ്. നമുക്കൊരു CD ഇട്ടിട്ടുണ്ട്. ഇവിടെ പോയി വിളിക്കുക. തള്ളച്ചി വേണമെങ്കിൽ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കാൻ വന്നെങ്കിലും ഗൈസ്. തള്ളച്ചി പാട്ട് കേട്ടിരുന്ന വരാത്തെ വന്നിട്ടില്ല ഗൈസ്. ഇരുന്നുണ്ട്. എല്ലാവരും ഡാൻസ് അവര് കളിക്കുക. ഈ പെണ്ണങ്ങ പാട്ട് കേട്ടിട്ട് കരിയുന്നു. എല്ലാവരും ഡാൻസ് അവര് കളിക്കുകയാണ്. ഇതെന്താ കരിയുന്നു? പക്ഷെ ഈനെ ചിരിച്ചിട്ട് വല്ല സുന്ദര ലൈലായിട്ട് നിന്നില്ല. നമുക്ക് ഈനെ വരെ വെറുതെ കയറി വെക്കാം. നമുക്ക് ഉറങ്ങാനൊന്നുമില്ല ഗൈസ്. വലിഞ്ഞ് കയറാൻ നമുക്ക് ഈരോട്ടെല്ലാം കയറി വെക്കാം ഗൈസ്. നമുക്ക് മിന്നലിൻ്റെ ചിഹ്നം വരച്ചു കൊടുത്താൽ ഷോക്ക് വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? തള്ളച്ചിന് മേത്ത് തള്ളച്ചി വരുന്നുണ്ടാ? ആദ്യം അതിൻ്റെ മുമ്പ് തള്ളച്ചിനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഗോട്ടി കിട്ടിയിട്ടുണ്ട്. ആ ഗോട്ടി നമുക്ക് ഇവിടെ ഇട്ടെടുക്കാം. വെറുതെ ഗോട്ടി നമുക്ക് അവിടെ ഇട്ട ശേഷം തള്ളച്ചി വിളിച്ചപാട് വന്നില്ല. തള്ളച്ചിക്ക് ഈ പടിയാണ് നമുക്ക് പേടി ചെയ്യാം. ഒറ്റ ചാൻസിൽ തന്നെ അടിച്ചിട്ടുണ്ട് ചോക്ക്. ഓളയും നമുക്കൊരു കട്ട കിട്ടിയിട്ടുണ്ട്, മരത്തിൻ്റെ കട്ട. നമുക്ക് ഇത് വെച്ചുകൊടുക്കുക. ഞാനിതൊന്നും ഓർഡർ വെച്ചിട്ടാണെന്നൊക്കെ അറിയില്ല, ഓർഡർ ആണെന്നൊക്കെ അറിയില്ല. നമുക്ക് മൂന്നാമത്തെ ഇടയുള്ളതും കണ്ടുപിടിക്കണം ഗൈസ്. ഈ ബോൾ എന്താ ചെയ്യേണ്ടത് ഒക്കെ അറിയില്ല സത്യത്തിൽ. ഗോട്ടിയാ ബോളാ? തിളങ്ങുന്ന ഗോട്ടി അങ്ങനെ നമുക്ക് പറയാം ഗൈസ്. തിളങ്ങുന്ന ഗോട്ടിയുടെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മേലെ ഇതുവരെ പോയിട്ടില്ല ഗൈസ്. തിളങ്ങുന്ന ഗോട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗോട്ടി നമുക്ക് ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഗോട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഗോട്ടീന് എന്തോ ഫോട്ടോ ഉള്ള പേപ്പർ ഉണ്ട് ഗൈസ്. മേലോട്ട് താഴോട്ടേക്കൊക്കെ എന്ത് സംഭവിക്കും അത് അത്ര മാത്രം നമുക്കറിയാം. നമുക്ക് ബന്ധം ചെയ്ത് നോക്കാം. മേലോട്ടേക്കും താഴോട്ടേക്കും ഗൈസ്. വെള്ളം വെളിച്ചം വീഴുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഗൈസ് വെറുതെ അല്ല അമ്മച്ചിക്ക് സോക്സ് കാണുന്നേ. ഇത്രയും ആൾക്കാരെ തിന്നാൽ ഇത്രയും എല്ലുണ്ട് ഗൈസ്. പിന്നെ എങ്ങനെയാണ് അമ്മച്ചി കളിക്കാനവിടെ സമയമുള്ളത്? നമുക്കൊരു ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതിൽ പാമ്പിൻ്റെ ഫോട്ടോ വരച്ചാൽ പാമ്പ് കയ്യാറാകും പോലും. നമുക്ക് ചെയ്ത് നോക്കിയാലോ? മേലെ ഒരു പാമ്പിനെ കണ്ടില്ല. ആ പാമ്പിലെല്ലാം മൂന്നാമത്തെ റൂണുള്ളത് പോലും, റൂൺ അങ്ങനത്തെ എന്തൊരു സാധനം ഉള്ളത് പോലും ഗൈസ്. നമുക്ക് നേരെ പോയി നോക്കിയാലോ? മേലെ പോകാം. ഒരു വട്ടത്തിലുള്ള ഏണി കയറാം. വട്ടത്തിലല്ല, ഒരു കർവായിട്ടുള്ള ഒരു ഏണിയാണ്. നമുക്ക് വെറുതെ വരച്ചു നോക്കിയാലോ? കുട്ടിച്ചാത്ത കയറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ മൂന്നാമത്തെ ഒരു കട്ടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഫൈനലി നമ്മൾ ഇന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ്. ഫൈനലി നമുക്ക് ലാസ്റ്റത്തെ കട്ട കിട്ടിയിട്ടുണ്ട്. ഈ കട്ട പോയി വെച്ചാൽ ഈ വീട്ടിൽ നമ്മൾ എസ്കേപ്പ് ആവുന്നതാണ്. നമ്മളിപ്പോൾ പാറ്റേൺ തെറ്റിയിട്ടുള്ളൂ. അതൊക്കെ ഞാനിപ്പോൾ എന്തിനാ എടുത്തിന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് നടുക്ക് തന്നെ വേണ്ടതായി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കഴിഞ്ഞ പ്രശ്നം. എക്സിറ്റ്. രക്ഷപ്പെട്ട് കഥ നമ്മൾ അവിടെ രക്ഷപ്പെട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് പുലിൻ്റെ അടുക്കുന്ന ആരും വിളിച്ച്. പിന്നെ സംഭവിച്ചത് അപ്പോൾ ഒരു പെണ്ണ് അവനെ നോക്കി ചിരിച്ച്. പെണ്ണിന് ബഡ്ഡി കണ്ടിട്ട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കഥ ഇവിടെ കഴിഞ്ഞു. അത് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചോ ഗൈസ്. എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.